ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭി എന്ന് പറയുന്ന കുടുംബത്തിന് ശാപമായി മാറിയ വ്യക്തിയെ മുത്തശ്ശനെ എടുത്തിട്ട് പൊരിക്കുക. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശൻ ഇപ്പോൾ അയാളെ കണ്ണിന് ഇരുമണിക്ക് കാണാൻ പാടില്ല. കുടുംബത്തിൻ്റെ അഭിമാനവും തൻ്റെ സ്ഥാപനത്തിൻ്റെ അന്തസ്സും എല്ലാം നശിപ്പിക്കുന്ന രീതിയിലാണ് അഭിയുടെ മുന്നോട്ടുള്ള പോക്ക്. അതിനൊത്ത ഭാര്യയെയും കിട്ടി. ശൂലവും കുത്തി വേദനയും സഹിച്ച് മരുന്നും പുരട്ടിയിരിക്കുന്ന അഭിയുടെ മുന്നിലിരുന്ന് ചിക്കൻ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വലിച്ചു കയറ്റി കഴിക്കുകയാണ് നവ്യ. ഞാൻ വിളിച്ചത് നീ ഫോൺ എടുക്കില്ലല്ലേ, നിന്നെ ഞാൻ കാണിച്ച് തരാവടാന്നും പറഞ്ഞുകൊണ്ടാണ് നവ്യ ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത്. എന്തായാലും അഭി എന്തെല്ലാം രീതിയിൽ നവ്യക്കിട്ട് പണി കൊടുത്താൽ ആ രീതിയിൽ തന്നെ നവ്യ തിരിച്ച് അഭിക്കിട്ടും പണി കൊടുക്കും. അതിനേക്കാൾ 10 മാറ്റ് കൂടിയാണ് നവ്യ പണി കൊടുക്കുകയുള്ളൂ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അഭി ഇപ്പോൾ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുക നവ്യ കൂടെ കിട്ടിയതോടുകൂടി. അങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ ചുട്ടപ്പം പോലെ കണ്ണീരും കയ്യും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിൻ്റെയും നയനയുടെയും ജീവിതം മാറി മറിയുകയാണ്. നവ്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ നയനയെ ഒരു വക കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആ ഭാഗ്യം കിട്ടണമെന്നില്ലല്ലോ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നവ്യ എന്ന് പറയുന്ന മുതൽ ചില്ലറക്കാരി അല്ലെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആദർശല്ല ഇപ്പം നമ്മുടെ നയനയുടെ കൂടെയുള്ളത്. അത് ഈ പറയുന്ന മണ്ടി നവ്യയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ നയനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്നേഹത്തോടെ ആണെങ്കിലും പെട്ടെന്ന് പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലൂടെയാണ് നമ്മുടെ ആദർശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നയന ഓരോന്ന് എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് മുറിയിലേക്ക് ചെന്നു ആദർശം. അവിടെ ചെന്ന് നയനയോട് ഓരോന്ന് പറഞ്ഞിങ്ങനെ വഴക്ക് കൂടുക. അപ്പോൾ അങ്ങനെ വഴക്ക് കൂടിയപ്പം ഞാൻ ഇയാളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ആദർശേട്ടൻ എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. നീക്ക് ചെയ്യുന്നതൊക്കെ കുറ്റങ്ങളായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നത്, അല്ലാതെ എനിക്കെന്താ നിന്നെ ചുമ്മാ കുറ്റപ്പെടുത്താൻ വട്ടുവല്ലതും ഉണ്ടോ എന്നൊക്കെ ആദർശം ഇങ്ങനെ ചോദിക്കുക. ഞാൻ ആദർശേട്ടനെ ഒരു രീതിയിലും മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആദർശേട്ടൻ ചെയ്യുന്നതായ ഒരു കാര്യങ്ങളിലും ഇടപെടാനോ ഒന്നിനും വരുന്നില്ല. എവിടെ തെറ്റ് കണ്ടാലും അത് ഞാൻ പറയും, അല്ലാതെ മറ്റാരുടെയും മുന്നിൽ വെച്ച് ആദർശേട്ടനെയോ ആദർശേട്ടൻ്റെ അമ്മയെയോ അല്ലെങ്കിൽ ആരെയും ഞാൻ കൊച്ചാക്കി കാണിക്കാറോ സംസാരിക്കാറോ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ നമ്മുടെ നയനെ ചോദിച്ചു. നയനെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് അങ്ങനെയൊക്കെയാണോ, അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയുക. എന്നിട്ട് ആദർശ് കയറി കിടന്നു. അപ്പോഴേക്കും നമ്മുടെ നയന അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കുറിപ്പൊക്കെ എടുത്ത് നമ്മുടെ ആദർശ് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേൾക്കാൻ, ഒരു ചെറിയൊരു കവിത പോലെ. അപ്പോൾ നമ്മുടെ നയനയ്ക്ക് ആ ഒരു എഴുത്തുവാസന ഉണ്ടെന്നുള്ള കാര്യവും ആദർശിന് മനസ്സിലായി. അപ്പോൾ ഇവള് ചില്ലറക്കാരി അല്ലല്ലോ, ഇവള് നല്ല മിടുക്കിയാണല്ലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ നമ്മുടെ ആദർശിന്. പിന്നെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പതുക്കെ മഞ്ഞ് പോലെ ഉരുകി ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മഞ്ഞ് പോലെ ഉരുകി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശിന് വീണ്ടും നയനയോട് ഇരട്ടി സ്നേഹം. നയന എന്നിട്ട് ആദർശമായിട്ട് വഴക്കിട്ട് അവിടെ തൻ്റെ പായൊക്കെ വിരിച്ച് കയറി കിടന്നു. വിരിച്ച് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് കയറി കട്ടിലും കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ നയനെ തന്നെ നോക്കി കിടക്കുന്നു, നയന ആദർശിനെ നോക്കി കിടക്കുന്നു, ഒരു കുഞ്ഞു ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ സമയത്ത് ആദർശ് നയനയോട് ചോദിച്ചു, അതെ നിനക്ക് ബെഡിൽ കിടക്കണമെന്ന് ചോദിച്ചു. ഞാൻ ബെഡിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ബെഡിലെ കാര്യമല്ല ചോദിച്ചത്, മുകളിൽ ഈ ബെഡിൽ കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് ഈ ബെഡിൽ തന്നെ കിടന്നാൽ മതി, ഈ ബെഡിൽ കിടക്കുന്നതാ സുഖം എന്നിങ്ങനെ പറയുമ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് ആ ബെഡ് മാറി ഇവിടെ കയറി കിടക്കണമെന്ന് തോന്നിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി കേട്ടോ, ഇവിടെ കയറി കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ആദർശിന് ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി നയന ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ കിടക്കുക. എന്തായാലും ആദർശിന് തന്നോട് ഇഷ്ടമായി തുടങ്ങിയെന്ന് നയനയ്ക്ക് മനസ്സിലായി. നയന എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, അപ്പോൾ ആദർശേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാനുണ്ട്, എന്നോട് സ്നേഹമുണ്ട്, ഇനിയിപ്പോൾ ആ സ്നേഹം ഇരട്ടിപ്പിക്കണം, ആ സ്നേഹം കൊണ്ട് ആദർശേട്ടനെ വരിഞ്ഞു മുറുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം പൂവണിയാനായിട്ടുള്ള ആ ഒരു ചെറിയ സൂചനകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേരത്ത് ഇവിടെ നവ്യയെ കൊണ്ട് പൊറുതിമുട്ടി നവ്യയുടെ റൂമിലിരിക്കാൻ പോലും താല്പര്യമില്ലാതെ നമ്മുടെ അഭി കിടന്ന് നെട്ടോട്ട് ഓടുക. അത് കഴിഞ്ഞ് അഭി ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും എടാ അഭി എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ നടക്കുകയാണ് ഈ പറയണ നമ്മുടെ നവ്യ. അങ്ങനെ ജലജ അവിടെ ഇരിക്കുന്നു. ജലജ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെന്നു. അതായത് അഭിയാണ് ആദ്യം ചെന്നത്. അഭി ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നാലെ അഭിയെ തപ്പി നവ്യയും കൂടി അങ്ങോട്ടേക്ക് ചെന്ന് നവ്യ ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേൾക്കുകയാണ്.
അപ്പോൾ അമ്മയും മോനും കൂടി ഇങ്ങനെ നീ ഇങ്ങനെ കറങ്ങി നടന്നോളാം, നീ അവളുടെ വാലയിൽ തൂങ്ങി ഇങ്ങനെ നടന്നോളാനൊക്കെ പറഞ്ഞു. ഞാൻ അവളുടെ വാലയിലൊന്നും തൂങ്ങി നടക്കുന്നതൊന്നും അല്ല, എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യിക്കല്ലേ, എനിക്കെങ്ങും പറ്റുകയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെയുള്ള നിൻ്റെ മുത്തശ്ശനെന്ന് പറയുന്ന അയാളുടെ സിമ്പതിയും പ്രീതിയാണ് ആദ്യം പിടിച്ചു പറ്റേണ്ടത്. അതിന് നീ മര്യാദയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്യാൻ നോക്ക് അഭി. അമ്മയെ വരുന്ന ഓരോ പണികളെന്ന് പറഞ്ഞ് എത്ര വേദനയുള്ളതാ, എനിക്ക് അത്രയും വേദനയൊന്നും സഹിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ നിനക്കിപ്പോൾ അത്രയും വേദനയൊക്കെ സഹിക്കേണ്ടി വന്നത്, നിനക്ക് മര്യാദയ്ക്ക് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നവ്യ വന്നു. ഓ വന്നല്ലോ അവള്, സ്വന്തം ഭർത്താവിനെ എങ്ങനെയൊക്കെ കെണി വെക്കണമെന്ന് ആലോചിച്ച് നടക്കുന്നവള്. ഞാൻ കെണിയൊന്നും വെച്ചതൊന്നുമല്ല, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ലേ ആ വഴിപാടുകളൊക്കെ നടത്തിയത്, പിന്നെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ അതിനു വേണ്ടി തന്നെയാ. എടീ നിന്റെ അനിയത്തിയെന്ന് പറയുന്നവള് ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നീ കാണുന്നില്ലേ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്കെന്ന് പറഞ്ഞ് തേരാപ്പാരം നടക്കാനല്ലാതെ എന്തെങ്കിലും ഗുണം നിന്നെ കൊണ്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടാ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനമാണ്. അത് കിട്ടാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ മുത്തശ്ശനോ മറ്റുള്ളവർക്കോ അത് മനസ്സിലാകരുത്. ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ നീ എങ്ങനെ വേണമെങ്കിലും എന്ത് തന്ത്രം വേണമെങ്കിലും പയറ്റിക്കോ, ആ രീതിയിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം കൈക്കലാക്കിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുള്ള പരിശ്രമങ്ങളൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞ അമ്മയെന്ന് പറഞ്ഞു അഭി. പരിശ്രമങ്ങൾ തുടങ്ങി. എന്ത് പരിശ്രമങ്ങളാണ് നീ തുടങ്ങിയത്? നിൻ്റെ പരിശ്രമമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഏത് നേരം ഇവളോടൊപ്പം മുറിക്കകത്ത് കയറി കഥ കടച്ചിരുന്ന പരിശ്രമങ്ങളാവുമോ? നീ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ കമ്പനിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് ജ്വല്ലറി വരെ ഒന്ന് പോയാൽ എന്താ, അവിടെ ജോലി ചെയ്താൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പം ഞാനെല്ലാം ചെയ്യാമെന്ന് അഭി ഇങ്ങനെ അമ്മയോട് പറയാം. അങ്ങനെ അതും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പം എൻ്റെ പൊന്നു നവ്യേ, ഇനിയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് മോശമെന്ന് കേൾപ്പിക്കാതെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നീ കേൾപ്പിക്കാനൊന്ന് ശ്രമിക്കുമോ? നിന്നെക്കുറിച്ച് നല്ലൊരു വാക്ക് കേൾക്കാനുള്ള യോഗം എനിക്കുണ്ടാവുമോ എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിച്ചപ്പോൾ നീ എന്തിനാ അഭി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നീ നോക്കിക്കോ, ഞാനിനി ഒരു പ്രശ്നത്തിനുമില്ല, ഞാനിനി നിനക്ക് വേണ്ടി നിന്നെ നല്ലതാക്കി ഞാൻ കാണിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചാൽ കൊള്ളാം എന്നും പറഞ്ഞ് അഭി അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ആദർശമൊക്കെ കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ജ്വല്ലറിയിൽ വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അഭി ജോലിക്ക് വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആദർശം മുത്തശ്ശനോട് പറഞ്ഞു. അപ്പോൾ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ വീട്ടിലാണെന്നും ജോലി സ്ഥലത്ത് എല്ലാവരും ജോലിക്കാരാണെന്നും ജോലിക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉടനടി നടപടി എടുത്തോളണമെന്നും മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവനൊരു കൊള്ളരുതാത്തവനാ, തല്ലുകൊള്ളിയാ. അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നങ്ങൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും അതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കരുത്, അതിന് സഡൻ നടപടി എടുത്തോളണമെന്നും പറഞ്ഞു മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ ആ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആദർശന് ധൈര്യമായല്ലോ. അത് കഴിഞ്ഞു ഇവർ അവിടെ ജ്വല്ലറിയിലെത്തി അവിടെ ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴേക്ക് ഈ അഭി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു പെൺകുട്ടിയോട് വളരെ എന്തോ വലിയ ആളായിക്കൊണ്ട് ആ പെൺകുട്ടിയോട് സംസാരിച്ചു. അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പോഴത്തേക്ക് ഇത് ആദർശ് കേട്ടോണ്ട് വന്ന് ആദർശ് ചോദിച്ചു, തിരക്ക് എന്താടാ പറ്റിയതെന്ന് ചോദിച്ചു. അല്ല ഇവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറയുന്ന കാര്യങ്ങളൊന്നും പവിത്ര കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലേഡി സ്റ്റാഫിനോട് പറയുക. അല്ല സാറിൻ്റെ അനിയനല്ലേ, ഈ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ അങ്ങ് വീട്ടിൽ, ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്നും നിങ്ങളെപ്പോലെ തന്നെ ശമ്പളം പറ്റുന്ന മൂർത്തീസ് ജ്വല്ലറിയുടെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്നും അത്രയും ആ ഒരു പരിഗണന ഇവൻ ഇവിടെ കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയും. അപ്പോൾ ആദർശ് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം. കാരണം ആദർശം MD ആയിട്ടിരിക്കുന്നു, താൻ വെറും ജോലിക്കാരൻ. അതൊരിക്കലും അഭി അംഗീകരിക്കുന്ന കാര്യമല്ല, അഭിക്ക് അത് ചിന്തിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ലല്ലോ. അഭി എന്നിട്ട് ആദർശിനെ ഇങ്ങനെ തുറച്ച് നോക്കുക. അപ്പോൾ നീ എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ആദർശ് ചോദിച്ചു. നിന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത്. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അതൊന്നും വിട്ടു പോകാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ അഭിയോട് ദേഷ്യപ്പെടുക. നീ നിന്റെ ജോലി മാന്യമായി ചെയ്താൽ മാന്യമായ ശമ്പളം നിനക്ക് കിട്ടും. അതുപോലെ നിന്റെ സ്വഭാവം മാറ്റിയാൽ മുത്തശ്ശൻ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ മുത്തശ്ശൻ മാറിയെന്നിരിക്കും. അതിന് നീയാണ് സാഹചര്യം ഒരുക്കേണ്ടതെന്നും അല്ലാതെ മറ്റുള്ളവരല്ലെന്നും പറഞ്ഞ് ആദർശ് അഭിയെ ഇങ്ങനെ ഗുണദോഷിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ആദർശ് തൻ്റെ ക്യാബിനിലേക്ക് അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അതേടാ നിന്നെ ഞാൻ ശരിയാക്കി തരാം, എന്നെ ഇവിടുത്തെ വെറും പണിക്കാരനാക്കിയിട്ട് MD കസേരയിൽ കയറിയിരുന്ന് ഉല്ലസിക്കാൻ നിന്നെ ഞാൻ വിടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ
മൂർത്തീസ് ജ്വല്ലറിയിൽ നടക്കുന്നു. ഇതേ സമയത്ത് അവിടെ വീട്ടിൽ ചേച്ചി അനിയത്തിയും കൂടെ കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുക. ആരാ? നയനയും നവ്യയാണ് ചുമ്മാ മെക്കിട്ട് കയറി ചെല്ലുന്നത് നയനയാണെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇങ്ങനെ പോയാലും പിന്നാലെ ചെന്ന് വഴക്കുണ്ടാക്കിക്കോളും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂടി ഇണ ചേർത്തുകൊണ്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.